എന്നുള്ളതിൽ തർക്കമേ ഇല്ല. സൂറത്തുൽ ഖാരിയയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ഏതൊരുവന്റെ തുലാസുകൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഭാരം തൂങ്ങിയോ, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനാണ് തൃപ്തികരമായ സന്തുഷ്ട ജീവിതം നാളെ സ്വർഗീയ ലോകത്തുള്ളത് എന്നുള്ളത്. മനുഷ്യരുടെ കർമ്മങ്ങൾ നാളെ മഹ്ശറിൽ തൂക്കിക്കണക്കാക്കുമെന്നത് സത്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്ത് അഅറാഫിൽ 8-9 വചനങ്ങൾ അല്ലാഹു പറയുന്നു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നത്തെ ദിവസം അന്ത്യനാളിൽ മനുഷ്യരുടെ സർവ്വവിധ കർമ്മങ്ങളെയും തൂക്കി കണക്കാക്കുക തന്നെ ചെയ്യും, അത് സത്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ നന്മകൾക്ക് തൂക്കങ്ങളും കനങ്ങളും വർദ്ധിച്ചുവോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികള്. വമൻ ഖഫ്ഫത് മവാസീനുഹു, ഏതൊരുത്തൻ്റെ കർമ്മങ്ങൾക്ക് തൂക്കം കുറഞ്ഞുപോയോ ലഘുവായി പോയോ, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരാണ് സ്വയം തന്നെ നഷ്ടപ്പെടുത്തിയവരും സ്വയം നഷ്ടത്തിലായവർ അവർ തന്നെയാണ്. എന്താണ് അതിന് അവർക്ക് നിമിത്തമായതെന്നറിയുമോ? ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടവർ അതിക്രമം പ്രവർത്തിച്ചു എന്ന കാരണത്താൽ. ഈ വിശുദ്ധമായ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ നന്മയാവട്ടെ തിന്മയാവട്ടെ തൂക്കിക്കണക്കാക്കുന്ന, വിചാരണക്ക് വിധേയമാക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമേൽ വിശുദ്ധമായ റമളാനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും മഹത്തരമായ അസുലഭ നിമിഷവും മുഹൂർത്തവുമായി നാം കണക്കാക്കുകയും എല്ലാ അർത്ഥത്തിലും ഹൃദയത്തെ ശുദ്ധീകരിച്ച് പശ്ചാത്താപത്തിൻ്റെ തൗബയുടെ മനസ്സോടുകൂടെ ആ വിശുദ്ധ റമളാനിനെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലുപരി നമ്മുടെ മലീമസമായ പാപങ്ങളെ കൊണ്ട് മാറാല പിടിച്ചുപോയ പാപങ്ങളെ കൊണ്ട് കറുത്തിരുണ്ടുപോയ ഹൃദയങ്ങളെ തൗബയുടെ ഇസ്തിഗ്ഫാറിലൂടെ സഞ്ചരിച്ച് നിരന്തരം അള്ളാഹുവിനോട് പാപമോചനം തേടി ശുദ്ധിയായ മനസ്സോടുകൂടെ ഹൃദയത്തോടുകൂടെ നാം റമളാനിനെ വരവേൽക്കാൻ തയ്യാറായാൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് നഷ്ടത്തിലാവുകയില്ല. ആ റമളാനാണ് നമുക്ക് ധന്യമാവുക. ആ റമളാനിലാണ് സുഹൃതങ്ങൾക്ക് അവസരങ്ങൾ കൂടുതൽ അള്ളാഹു ഒരുക്കി തരിക. ആ രൂപത്തിലായിരിക്കണം വരാനിരിക്കുന്ന പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന വിശുദ്ധ റമളാനിനെ നാം സ്വീകരിക്കേണ്ടത്. ഇതിനുവേണ്ടി നാമും നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിലേക്ക് തിരിയണം. പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹുവാണ് നമുക്ക് പ്രതീക്ഷ. ആ റബ്ബിലേക്ക് നാം തിരിഞ്ഞ് അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, അവൻ നൽകുന്ന അവസരങ്ങൾ നേടിയെടുക്കാൻ, കർമ്മനിരതരാവാൻ നല്ലൊരു നീയത്തും പ്രതീക്ഷയുമായിട്ട് വേണം നമുക്ക് ഈ റമളാനിനെ സ്വീകരിക്കാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ നമ്മയും ചേർത്ത് തരട്ടെ. നല്ല അവസരങ്ങളും സുഹൃതങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും സമയവും സന്ദർഭവും തന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും അതിന് പ്രത്യേകമായ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر دعوتي أن الحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.